Okay, good morning students. നമ്മുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പുതിയൊരു ബ്ലോക്കാണ് നോക്കുന്നത്. ഇന്ന് പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അതിൻ്റെ പേര് പോലെ തന്നെ അക്കൗണ്ടിങ്ങിനെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുക. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്ത് ബിസിനസ്സിൽ നമ്മൾ ബിസിനസ്സിലെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി എന്താ പറയുക അക്കൗണ്ടിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് വായിച്ചു തരാം ഞാൻ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് റെപ്രസെൻറ്റ്സ് എ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ് അക്കൗണ്ടിങ്. അതായത് ബിസിനസ്സിൽ ടെക്നോളജി അഡ്വാൻസ് ചെയ്തിട്ട് ബിസിനസ്സിനെ അക്കൗണ്ടിങ് ചെയ്യുന്ന രീതിനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതത്രയേ ഉള്ളൂ, അതാണ് ഈ ഇൻട്രഡക്ഷൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഡിഫറൻസ് നോക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും മാനുവൽ അക്കൗണ്ടിങ്ങും തമ്മിൽ ഓഫ് കോഴ്സ് എന്തായാലും ഡിഫറൻസ് ഉണ്ടായിരിക്കില്ലേ. ഒരു മനുഷ്യൻ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതും അതൊരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ചെയ്യുമ്പോഴും അതിനൊരു ഡിഫറൻസ് ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും ഡിഫറൻസ്? ഫസ്റ്റ് വൺ, സ്പീഡ് എങ്ങനെയായിരിക്കും? മാനുവലിലായിരിക്കുമോ കമ്പ്യൂട്ടറൈസ്ഡിലായിരിക്കുമോ ഉണ്ടാവുക? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനായിരിക്കും എപ്പോഴും സ്പീഡ് ഉണ്ടാവുക. മാനുവലി ചെയ്ത് വരുമ്പോൾ അതിന് സ്പീഡ് ലിമിറ്റഡ് ആയിരിക്കും. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് കോസ്റ്റും അതേപോലെ എന്തായിരിക്കും? മാനുവലി നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് കൂടുതലായിരിക്കും. അതർ ദാൻ എന്നെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് കുറവായിരിക്കും. കാരണം ഒരു സോഫ്റ്റ്വെയർ ഒരു സമയത്ത് ഇൻസ്റ്റാൾ ചെയ്ത് അതിലെല്ലാ കണക്കുകളും ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് ഈസി റിട്രീവലും നമുക്ക് ആക്സസബിളും ഒക്കെ എളുപ്പമാണ്. പക്ഷേ മാനുവലി ചെയ്യണ സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ വീണ്ടും അതിനെ പൊടി തട്ടി എടുക്കാമെന്നൊക്കെ പറയുന്ന സമയത്ത് കോസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ബാക്കപ്പ്, അതായത് നമുക്ക് ഈസി ടു ആക്സസ് റിട്രീവൽ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു കാര്യത്തിന് ബാക്കപ്പ്, മൂന്നാമത്തെ പോയിന്റ് ഉണ്ട് കേട്ടോ ഇവിടെ. ബാക്കപ്പ് നമുക്ക് ഒരു ഡാറ്റേൻ്റെ ആവശ്യം പെട്ടെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചെടുക്കാനായിട്ടും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഈസി ആയിരിക്കും. പക്ഷേ മാനുവലിൽ വരുന്ന സമയത്ത് നമുക്കത് ഡിഫിക്കൽട്ടായിരിക്കും. ഓക്കെ, അത്രയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സ്പീഡ്, കോസ്റ്റ്, ബാക്കപ്പ്, 3 ഡിഫറൻസേ ഉള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി, നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, ഓട്ടോമേഷൻ. ഞാൻ പോയിന്റ്സ് വൈസ് എഴുതിയിട്ടില്ല ഇവിടെ. ഓക്കെ, ഫസ്റ്റ് വൺ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? As all the calculations are handled by the software, computerized accounting eliminates many of the time consuming process associated with the manual accounting. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആവുന്ന സമയത്ത് നമുക്ക് എന്താണ് ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. മറ്റേത് നമുക്ക് മാനുവലി ചെയ്യണ സമയത്ത് ഒരുപാട് സമയം എടുക്കും. ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതിൻ്റെ ലാഭവും നഷ്ടമൊക്കെ കണക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യം വരും. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആവുന്ന സമയത്ത് നമുക്ക് ഓട്ടോമേഷൻ, അതായത് നമുക്ക് ഈസി ടു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. രണ്ടാമത്തെ പോയിന്റ് ആക്യുറസി. ഓക്കെ, ആക്യുറസി എങ്ങനെയായിരിക്കും? മാനുവലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് സംഭവിക്കാം. നമ്മൾ കുറേ എറേഴ്സൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ അങ്ങനെ കുറേ മിസ്റ്റേക്ക് നമുക്ക് മാനുവലി ചെയ്യണ സമയത്ത് അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവും. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ വരുന്ന സമയത്ത് ഇതെന്തായിരിക്കും? കൃത്യമായിരിക്കും അല്ലേ. മിഷൻ അതിലെ ഡാറ്റാസ് നമ്മൾ എൻ്റർ ചെയ്തത് നമുക്ക് എറർ ആവുന്ന സമയത്ത് നമുക്ക് എററാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം കൃത്യമായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ. അതായത് ദിസ് അക്കൗണ്ടിങ് സിസ്റ്റം ഡിസൈൻ ടു ആക്യുറേറ്റ് ദ മിനുറ്റസ്റ്റ് ഡീറ്റെയിൽ, അതായത് ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. വൺസ് ഡാറ്റ ഈസ് എൻറ്റേർഡ് ടു ദ സിസ്റ്റം, ഓൾ ദ കാൽക്കുലേഷൻസ് ഇൻക്ലൂഡിങ് അഡീഷൻസ് ആൻഡ് സബ്സ്ട്രാക്ഷൻസ് ആർ ഡൺ ഓട്ടോമാറ്റിക്കലി. ഒരു ടൈമിൽ ഒറ്റ പ്രാവശ്യം നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും നമ്മൾ അതിൻ്റെ എല്ലാ കാൽക്കുലേഷൻസും നമുക്ക് നടക്കും.
പിന്നെ മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ആക്സസ്. ഡാറ്റ ആക്സസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് തിരിച്ച് വീണ്ടും ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാൻ. മൂന്നാമത്തെ പോയിന്റ് ഡാറ്റ ആക്സസ്. നമുക്ക് ഒരു ഡാറ്റ ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ അത് ആക്സസബിൾ ആയിരിക്കും. ഓക്കെ. നാലാമത്തത് ഈസി റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ഇൻ വാരിയസ് ഫോർമാറ്റ്. നമുക്ക് ഏത് ഫോർമാറ്റിലായാലും നാലാമത്തെ പോയിന്റ് ആണ് അത്. ഏത് ഫോർമാറ്റിലാണെങ്കിലും നമുക്ക് ഈ ഡാറ്റാസ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ പറ്റുന്നു. ദെൻ റിലയബിലിറ്റി. റിലയബിൾ ആയിരിക്കും കമ്പാരിറ്റീവ്ലി മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാളും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എപ്പോഴും റിലയബിൾ ആയിരിക്കും, ആക്യുറേറ്റും ആയിരിക്കും. ഓക്കെ. ദെൻ സ്പീഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. നേരത്തെ പറഞ്ഞ ഡിഫറൻസ് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. സ്പീഡ് ഉണ്ടായിരിക്കും. ഇതൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കും അറിയാലോ, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് അല്ലേ, നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചത് അതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ സ്പീഡ് ഓട്ടോമാറ്റിക്കലി മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാളും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. സെക്യൂരിറ്റി ഏതായിരിക്കും? മാനുവൽ അക്കൗണ്ടിങ്ങിലാവുമ്പോൾ നമുക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കില്ല നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് പേപ്പർ ഡാമേജ് അല്ലെങ്കിൽ പേപ്പർ കാണാണ്ടായി പോവുക, അങ്ങനെ, അല്ലെങ്കിൽ ബുക്സുകൾ തന്നെ മിസ്സായി പോവുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. പക്ഷേ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ വരുന്ന സമയത്ത് നമുക്കത് സെക്യൂർ ആയിരിക്കും. നമ്മളെ ഡാറ്റാസ് വൺസ് നമ്മൾ സിസ്റ്റത്തിൽ ഒരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സെക്യൂർ ആയിട്ടായിരിക്കും, സേവ് ആയിട്ടിരിക്കും. നമുക്ക് എപ്പം വേണമെങ്കിലും അതിനെ ചെക്ക് ചെയ്യാനായിട്ടും പറ്റും. ദെൻ കോസ്റ്റ് എഫക്റ്റീവ്. മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോസ്റ്റ് എന്തിൽ കുറവായിരിക്കും? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ. എന്തൊക്കെ പോയിൻ്റാണ് നമ്മൾ പറഞ്ഞ് ഒരു 6 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങ് നോക്കിയിട്ട് പോവാം. ഫസ്റ്റ് ഓട്ടോമേഷൻ, ദെൻ ആക്യുറസി ആയിരിക്കും, ഡാറ്റ ആക്സസ് ഈസി ആയിരിക്കും, ദെൻ ഈസി റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ഇൻ വേരിയസ് ഫോർമാറ്റ്സിൽ നമുക്ക് ഡാറ്റ ഈസി ആയിട്ട് റിട്രീവൽ ചെയ്യാനായിട്ട് പറ്റും. ദെൻ അഞ്ചാമത്തേത് റിലയബിൾ ആയിരിക്കും, ദെൻ സ്പീഡ് ഉണ്ടായിരിക്കും, സെക്യൂർ ആയിരിക്കും, അതേപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ്. ഇത്രയും പോയിന്റ്സ് ആണുള്ളത്. ഓക്കെ. നിങ്ങൾ കയ്യിലുള്ള ബുക്സിലുണ്ട്, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. ദെൻ ഇപ്പം നമ്മൾ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ആണ്. രണ്ടാമത് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ. ഓക്കെ. നമുക്ക് ഇതിൻ്റെ നമ്മളെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നമുക്ക് ഇനി മുന്നോട്ട് പഠിക്കാനുണ്ട്. നമ്മൾ ടാലി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിലേക്കുള്ള നമ്മളെ കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും. പക്ഷെ അതെന്താ ലാഭം എന്ന് വെച്ചാൽ നമ്മൾ വൺസ് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിന്യൂ ചെയ്താൽ മതി. അപ്പം ആ ഫസ്റ്റ് സമയത്തുള്ള അതിൻ്റെ കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റ് എപ്പോഴും കൂടുതലായിരിക്കും. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്, സോഫ്റ്റ്വെയർ വാങ്ങാനുള്ള ക്യാഷ്. രണ്ടാമത്തത് എന്താണ്? ഫ്രോഡ്. അതേപോലെ നമുക്ക് കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ നോർമലി കമ്പ്യൂട്ടർ ആകുമ്പോൾ എന്താ ഫ്രോഡ്, തെഫ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മളെ ഡാറ്റാസിൽ ഫ്രോഡ് ഡിറ്റക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരിക്കും. ദെൻ ഹ്യൂമൻ എറർ. അതായത് എന്താ, നമ്മൾ മനുഷ്യന്മാരാണ് അതിലേക്കുള്ള ഡാറ്റാസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത് സിസ്റ്റത്തിലേക്ക്. അപ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിലേക്ക് നമ്മളെ ഡാറ്റാസ് കൊടുക്കുന്നതിലും എറർ വരാം. അപ്പോൾ ഹ്യൂമൻ എററും അതിനെന്തായിരിക്കും? ബാധിക്കുന്നതായിരിക്കും. പിന്നെ എന്താണ്? ടൈം ഒരു അഡ്വാൻറ്റേജും ആണ്, ഡിസഡ്വാൻറ്റേജ് രണ്ടിലും പെടുന്നതാണ്. നമുക്ക് ഈസി ആക്സസും കാര്യങ്ങളൊക്കെ ടൈമിൽ വെച്ച് നോക്കുന്നുണ്ട്. പക്ഷെ ഡിസഡ്വാൻറ്റേജസിൽ ടൈം എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, മെനി അക്കൗണ്ട്സ് ഫൈൻഡ് ദാറ്റ് ഇറ്റ് ടേക്സ് മോർ ടൈം ടു എൻ്റർ ഡാറ്റ ഇൻ ടു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. അതായത് നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്ക് ഡാറ്റാസ് എൻ്റർ ചെയ്യാൻ എടുക്കുന്ന ടൈം അത് കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചല്ലേ അതിലേക്ക് ഡാറ്റാസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെടുക്കുന്ന ടൈം കൂടുതലാവുമ്പോൾ സിസ്റ്റത്തിന് കുറ്റം പറഞ്ഞ കാര്യമില്ല, സിസ്റ്റവും അതിനനുസരിച്ചായിരിക്കും നമുക്ക് അതിൻ്റെ ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നോക്കി ഡിഫറൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. എന്താണ് നമുക്ക് നോക്കാനുള്ളത്?
എന്തുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ കൺസിഡർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളതാണ്. എന്താണ് ഫസ്റ്റ്, ദ സൈസ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻ്റെ സൈസ് വെച്ചിട്ട് നമ്മൾ ഇത് കൺസിഡർ ചെയ്യും. അതായത് നമ്മൾ എന്തിനാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ബിസിനസ്, ആ ബിസിനസ് ഓർഗനൈസേഷൻ ഭയങ്കര വലുതാണ് അല്ലേ, എക്സ്പാൻഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനുവലി അതിൻ്റെ എന്താ പറയുക, കാൽക്കുലേഷൻസ് നടത്താൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അല്ലേ. കാരണം അതിൻ്റെ വലിപ്പം കൂടുമ്പോൾ നമ്മൾ അതിലേക്ക് വരുന്ന എല്ലാം പ്രൊഡക്ഷൻ, ഔട്ട്പുട്ട്, അതിൻ്റെ സെയില് എല്ലാം നമുക്ക് കൂടും. അപ്പം നമുക്കത് മാനുവലി ചെക്ക് ചെയ്യുന്നതിനേക്കാളും നമുക്കൊരു കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പ് ആകുമ്പോൾ നമുക്ക് എല്ലാ ബ്രാഞ്ചസിൻ്റെയും കാര്യങ്ങൾ നമുക്കൊരു ക്ലിക്കിൽ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ രണ്ടാമത്തെ ഈസി ഓഫ് യൂസേജും ഈസിയാണ്. മാനുവലി നമ്മളൊരു സ്ഥാപനത്തിലേക്ക് നമ്മൾ പോയി ചെക്ക് ചെയ്ത് ഒക്കെ വേണ്ടി വരും നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. പക്ഷേ ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആവുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. നമ്മൾ എവിടെയാണോ ഇരിക്കണം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഡാറ്റാസും കാര്യങ്ങളും എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ഓഫ് യൂസ് ആണ്. ദെൻ എന്താണ്, ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, particular software offers is an important consideration. A list of the primary things that the business needs to track and account for should be carefully prepared. The business must know how much each service or product costs and be able to track the cost of goods. അതായത് എന്താ, ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒന്നുമില്ല. നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ കോസ്റ്റ്, അതിൻ്റെ പ്രോഡക്റ്റ്, ഗുഡ്സിൻ്റെ സെയിൽസ് കാര്യങ്ങൾ, കോസ്റ്റ് ഓഫ് ഗുഡ്സിൽ വരുന്ന കോസ്റ്റ് കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഫീച്ചേഴ്സ് അതിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ഓക്കെ, ഇത് എല്ലാ പോയിൻറ്റ്സും ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ പോയിൻ്റ് വൈസ് ആയിട്ട് എഴുതിയെന്നുള്ളതും. പിന്നെ അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, പ്രൈസ് വെച്ച് നോക്കുമ്പോഴും നമ്മൾക്ക് മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാളും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ സോഫ്റ്റ്വെയറിലെ കോസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ലേബർ ചാർജ്, അക്കൗണ്ടൻറ്റിനെ വെച്ചിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ലാഭിക്കാൻ പറ്റും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആകുമ്പം ഒരു സിസ്റ്റം ഒരാളുണ്ടെങ്കിൽ നമുക്കത് എല്ലാ മേഖലയിലും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അതാണ് നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത്. നമ്മൾ എന്ത് സോഫ്റ്റ്വെയർ ആണ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്, ടാലി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ടാലി ERP.9 ഈ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ നമ്മളെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു അക്കൗണ്ടിങ് സ്റ്റുഡൻ്റ് ആകുമ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനം ഈ ടാലി എന്ന് പറയുന്നതാണ്. ഈ ടാലി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് ടാലി ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ആ കമ്പനിയിൽ എങ്ങനെയാണ് അക്കൗണ്ട്സും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കിയത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷനും ഡിഫറൻസും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസും ആണ്. ഇതും ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ.